ബസ് പിടിച്ചിട്ടുണ്ട്, വലിയ ഫൈനാക്കും. കനയക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്ത്. നിങ്ങൾ വേഗം വന്ന എന്റെ വലിയ ചൊറയാണത്. പച്ച പെയിന്റ് ഒക്കെ അടിച്ച് വണ്ടി കൊണ്ട് ഇറങ്ങിയേക്കാ. ഒരു മിനിറ്റ് സാറേ, സാറേ ഒരു മിനിറ്റ് സാറേ. എന്താ ചെയ്യാൻ പോണു? ബോംബെടുക്കാൻ പോകണോ നീ? ആക്രി വെറുതെ പോണ്ടോ നീ? എന്താ സംഭവം? സാറേ ഈ ബസ്സിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത വേറോണ് മിന്നുന്ന ലൈറ്റ് കംപ്ലീറ്റ് പൊരിച്ചാൻ അടിച്ചിട്ടുണ്ട്. സാധനമില്ല, ഞാൻ പോയിക്കോട്ടെ സാറേ. അത് അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ ബസ്സിൽ കയറിയിട്ട് ചെക്ക് ചെയ്യണം. ഇനി എന്തൊക്കെ വേണ്ടെന്ന് ഞങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ. അല്ല നീ 2 ലൈറ്റ് ഊരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പൊരിക്കാൻ വേണ്ടി കണ്ട സാറേ, LED സ്ട്രിപ്പും പോക ലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഉണ്ട്. അത് ശരി, ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല നീ അല്ലേ? സാറെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി. നീ മിണ്ടിപ്പോരുത്, രാഷ്ട്രീയം മിണ്ടിപ്പോരുത് കേട്ടോ. എന്താണ് സാറിന്റെ അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും ഉദ്ദേശിച്ചില്ല. ഇത് എന്ത് വേഷാണോ നിന്റെ? ഇത് എന്ത് വേഷം? ഒരു ഡ്രൈവറിന്റെ യൂണിഫോം ആണോ? സാർ ടൂറിസ്റ്റ് ബസ് അല്ലേ സാർ? ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ട് ബസ് പോലെ നീ അലങ്കരിച്ച് നടക്കണോ? അപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ് വേണ്ട സാർ, ആൾക്കാരെ ആകർഷിക്കട്ടെ. നിനക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് വേണമെങ്കിൽ നീ വല്ല പാർക്കിൽ ബഫൂണായിട്ട് നിന്നാ മതി. ഡ്രൈവർ ആവണ്ട കേട്ടോ. നീ വണ്ടി ഓടിക്കണ്ട, നിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ കളി കളിക്കുന്നത്. ചോറാണ് സാറേ, ചോറാണ്. ലേസർ ലൈറ്റ് സ്മോക്ക് ഒന്നും അഴിച്ചു വെച്ചിട്ടില്ല സാറേ. അത് ഈ ഫാമിലീസ്, ഈ സ്കൂള് കോളേജിലെ പിള്ളമാരെല്ലാം ടൂറിന് വേണമെങ്കിൽ ബസ്സാന്ന് ബുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്ന് മിന്നിക്കണം എന്ന് പറയും, ഒന്ന് അടിപൊളിയാക്കാൻ പറയും, പുകയിടാൻ പറയും. തീടാൻ പറ്റില്ല സാറേ. അപ്പൊ ഒരു പുക. എടാ നിന്റെയൊക്കെ മിന്നിക്കല് കാരണമാണ് 5-8 എണ്ണം പുകയായി പോയത്. അതറിയില്ല നിനക്ക് ഇല്ലേ? നീ പിന്നെ വേഷം കിട്ട് പറയണോ? അയ്യോ സാറേ, നിന്റെ വണ്ടി നിയമലംഘനങ്ങളുടെ പൂരപ്പുറമാണല്ലോടാ. നിന്റെ പെർമിറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. പെർമിറ്റ് പോവാൻ പറ്റില്ല സാറേ. നീ പോവണ്ട, നീ ഒന്നും ഇനി പോവണ്ട റോട്ടിൽ കൂടെ. കട്ടി തന്നെ വഴിയുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ല സാറേ. എല്ലാ സാധനം ഉണ്ടല്ലോ. നീ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞില്ല? എല്ലാ സാധനം ഉണ്ട്. എന്നാ എടുക്കടാ. എന്റെ വേഷവും മട്ടും മാതിരിയും ടൂറിസ്റ്റ് ബസ്സല്ലേ സാർ? അപ്പൊ നീ സംസാരിക്കാതെ എടുക്ക, പേപ്പേഴ്സ് എടുക്കടാ. സത്യമാഷേ ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണ്. മാഷ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇവിടെ കനകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടേക്കൊന്ന് വാ. മാഷെ കാര്യങ്ങൾ പറയാം. മാഷ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ചെറിയൊരു പ്രശ്നത്തിലാണ്. ഇയാളാണ് ഈ ബസിന്റെ മുതലാളി അല്ലേ? അപ്പൊ മുതലാളിക്ക് നിയമൊന്നും ബാധകല്ലേ? അയ്യോ ഞാൻ എവിടെ ഹെൽമെറ്റ് അവിടെ? എന്റെ സാറേ, വണ്ടി ഇവിടെ നിങ്ങൾ പിടിച്ചെന്നറിയപ്പോ തലയ്ക്ക് ചൂട് പിടിച്ചിട്ട് ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. ഓ അത് ശരി. എന്നാ സാറേ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എടാ മൊത്തം പ്രശ്നമാണല്ലോ എന്റെ വണ്ടിക്ക്. സാറേ ഇത് എന്റെ മോൻ ചെക്കന്റെ വണ്ടിയാ. എന്റെ വണ്ടി സർവീസിന് കൊടുത്തേക്കാ. ആ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ പറയാം. താൻ ഈ വണ്ടിയുടെ പ്രശ്നം ആദ്യം തീർക്കും. അയ്യോ ഇതിലെന്നാ പ്രശ്നം സാറേ? അയ്യോ ഇയാളപ്പോ ഈ ലോകത്തല്ലേ? എന്താ ഉണ്ണി എന്നാ പ്രശ്നം? എന്തായാലും മോശമായിട്ട് പറഞ്ഞ സാറേ. മോശമായിട്ടോ? മോശമായിട്ട് ഞങ്ങളോട് പറയുന്നത് അവിടെ കിടക്കാം, അതിനുള്ള ഞങ്ങൾ വേറെ കൊടുത്തോളാം. ഈ വണ്ടിയിൽ കാണിച്ചു വെച്ചേക്കണെന്താ താൻ? മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കാണല്ലോ. ഒരു പകയുടെ പുറത്താ ഞാൻ ഈ വണ്ടി എടുത്തത് പോലും. അപ്പൊ പകയായിട്ടാണ് താൻ ഈ വണ്ടിയായിട്ട് റോഡിൽ കൂടെ പോണേ? സാറേ എന്റെ അപ്പൻ ഒരു കാളവണ്ടിക്കാരനായിരുന്നേ. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുമ്പോൾ പിള്ളേർ എന്നെ കാളയുടെ മോനെ വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് ആ ഗതി വരാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊപ്ര കച്ചവടം ചെയ്തിട്ടെടുത്ത ബസ്സായത്. ബസ്സുകാരന്റെ മോനെ വിളിച്ചാൽ നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. അങ്ങനെ ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് പറയുന്നത് അതുപോലെ വേണ്ട ഓടിക്കാൻ. എന്നാ സാറേ ഇപ്പൊ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കണതിലൊക്കെ? സാറേ സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം പറഞ്ഞില്ലേ സാർ, അത് വേറൊരു പകയുടെ ഇതാ സാറേ. അതും പകയുടെ? അമ്മ ഒരു വീട്ടിൽ കൂലി പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന ബെൻസിൽ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ച്. അതിലെന്റെ മോലാളി എന്നല്ലോ തലങ്ങും തല്ലി. അതിന്റെ പകയാ ഞാൻ എന്റെ ബസ്സിൽ മുഴുവൻ സ്റ്റിക്കറാക്കി. ഓ അത് ശരി. അപ്പൊ താൻ ചെയ്യുന്ന പോക്കറ്റ് തരത്തിനൊക്കെ ഒരു പകയുണ്ട്. അങ്ങനെ സാറേ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓടിച്ചു കൊണ്ടുപോകണ്ടേ സാറേ? അതെ, നിയമലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് കട്ട് ചെയ്യും. വർത്തമാനമൊന്നും പറയല്ലേ. എന്നാ വേണമെങ്കിലും ചെയ്യാം. പകയൊക്കെ താൻ കൊണ്ടുനടന്നാ മതി. എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഒന്ന് പതുക്കെ പറയടാ, ആൾക്കാർ കേൾക്കും. പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഇവിടെ
ഇയാളെ എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്താ ഉദ്ദേശം? ഇയാളെ എന്താ ഉദ്ദേശം എന്താ എന്ന് പറ. അല്ലാതെ എന്താ ഞാൻ ചെയ്യണ്ടേ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ബസിന്റെ മോളിൽ നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വലിച്ചു ചീന്തി കളയണം. മനസ്സിലായോ? അതിന് അനാവശ്യമായിട്ട് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ലൈറ്റുകൾ മാറ്റണം. അതാ ഞാൻ ഉദ്ദേശിച്ചത് സാറേ. അനധികൃതമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളും മാറ്റണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അതെ. അത് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇപ്പൊ നിയമം തെറ്റിച്ചതിനുള്ള പെറ്റി അങ്ങോട്ട് തരും, അങ്ങോട്ട് അടച്ചേക്കണം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഇവനൊക്കെ ഡ്രൈവറാണോ അതോ ഇനി വേറെ വല്ല കമ്പനിയുടെ വല്ല ഫാഷൻ പരേഡ് നടത്താൻ ഇറങ്ങിയതാണോ? ഒരു ഡ്രൈവർക്ക് ഒരു യൂണിഫോം ഉണ്ട്, അതിനെ മാനിക്കണം ആദ്യം. ഇത്തവണത്തെ ക്ഷമിക്കും, പിന്നെ ശരിയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമാണ്. സ്കൂളിൽ നിന്ന് നമ്മുടെ ടൂർ പോകണില്ലേ, നമ്മുടെ ബസ്സിൽ പോകാൻ പറ്റില്ല. അയ്യോ, എന്ത്? ഇവരിപ്പോ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന് പറയും. അല്ല, അതെങ്ങനെയാണ് സാറേ? എന്താണ്? അത് മാഷാണ് നമ്മുടെ സ്കൂളിൽ ഇവിടുത്തെ ടൂർ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം കഴിഞ്ഞിട്ട്. രാത്രി 12 മണിക്കാണോ ടൂർ പോകണം? തീരുമാനിച്ചേക്കണം അങ്ങനെയാണ്? കൊണ്ടാലും പഠിക്കില്ല, അതുകൊണ്ട് പറഞ്ഞ. ഇല്ല, ടൂർ 12 മണിക്കൊന്നുമല്ല, ഞങ്ങൾ രാത്രി യാത്രയില്ല. ഒരു അപകടം ഉണ്ടായത് അറിഞ്ഞില്ലേ സാറേ? എവിടെ ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിച്ച് കുട്ടികളാരും ടൂർ പോകണ്ടെന്നാണോ? ജനങ്ങളാരും സഞ്ചരിക്കേണ്ടതാണോ? സുഹൃത്തെ, നിങ്ങൾ ടൂർ പോയിക്കോ, അത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള വണ്ടിയിൽ പോ. ഇതിൽ തന്നെ പോകണമെന്ന് വാശിയുണ്ടോ? അപ്പൊ ഇതിനിപ്പോ എന്താണ് സാറേ പ്രശ്നം? ഇതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വണ്ടിയിൽ പോയാ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കുട്ടികളും ഡ്രൈവറും ഒക്കെ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് തുള്ളിച്ചാടി പോകുമ്പോ എതിരെ വരുന്ന വണ്ടി ശ്രദ്ധിക്കില്ല, ഒരു ഓൺ അടിച്ചാൽ കേൾക്കില്ല. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിന് മുമ്പ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നായിരുന്നല്ലോ, ഇതേപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് എന്താ ആരും ചെക്ക് ചെയ്തില്ല? അല്ല, അതൊക്കെ വേണ്ടാണല്ലോ സാറേ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഡ്രൈവർമാരുടെ അനാസ്ഥയാണ്, അല്ലാതെ വണ്ടിക്കാരുടെ കുഴപ്പമൊന്നുമല്ല. അവരുടെ ഡ്രൈവ് ഹിസ്റ്ററി പരിശോധിക്കണം ആദ്യം. അവര് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് നോക്കണം, അവരുടെ സ്വഭാവം നോക്കണം, അവർ ലഹരി ഉപയോഗിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത് നോക്കണം. ഇതൊന്നും നോക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറയേണ്ടെന്ന കാര്യം? ഇത് വണ്ടിയുടെ ഈ പെയിന്റ് കളഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ അദ്ദേഹത്തിന് നിയമങ്ങളൊക്കെ അറിയാലോ. എനിക്കറിയാം സാറേ, ഞാനൊരു അധ്യാപകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. എന്നാ എന്റെ മാഷെ, ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് അതിലെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് ഹർജി കൊടുക്കും. പൊന്നു സാറേ, ഇതിനൊന്നും യാതൊരു മറുപടിയില്ല. ഇപ്പൊ അപകടങ്ങൾ പെരുകുന്നു പറഞ്ഞിട്ട് റോഡ് നിങ്ങളെ ക്യാമറ വെച്ചല്ലോ, എന്നിട്ട് അപകടം കുറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ കാരണം വേറെന്തൊക്കെയാണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്റെ സാറേ, ഒരു തടസ്സമില്ലാതെ മേലെ കൂടെ എന്തോരം വിമാനം പോകുന്നുണ്ട്, എന്നിട്ട് അത് അപകടത്തിൽ പെടുന്നില്ലേ? അപ്പൊ അതൊക്കെ പിന്നെ ഓടാതിരിക്കണുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മുട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞു നിൽക്കാം, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല സുഹൃത്തെ. അല്ല സാറേ, ഇത് നിങ്ങൾ അസുഖം അറിഞ്ഞ് ചികിത്സിക്കണം. ഇത് അല്ലാതുള്ള ചികിത്സയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പരാതി നിങ്ങൾ കോടതിയിൽ പോയി ഹർജി കൊടുക്കാൻ, അല്ലാതെ ഞങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അടുത്തിടെ അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് അപകടം സംഭവിക്കുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയായിരുന്നു എന്നറിയോ? 97.7 കിലോമീറ്റർ സ്പീഡാ. അതന്നെയാണ് സാറേ ഞാനും പറഞ്ഞത്. അങ്ങനെ നിയമം ലംഘിച്ചോണ്ട് ആ വാഹനത്തിന് ഇൻഷൂർ കിട്ടുമോ? അതിന് അപകടത്തിൽപ്പെട്ടവർക്ക് ഇൻഷൂർ കിട്ടുമോ? മരിച്ചവരുടെ കുടുംബത്തിന് ഇൻഷൂർ കിട്ടുമോ? എന്തിന് ആ വണ്ടി നേരാക്കാൻ വരെ 10 പൈസ കിട്ടുമോ? ഇതെന്താ ആരും ഓർക്കാത്തത്? നിങ്ങൾ ഇനി എന്തൊക്കെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലും നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചാൽ അതിന് പിഴ അടയ്ക്കണം, ശിക്ഷ അനുഭവിക്കണം. സാറേ, പിഴ അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിയമം ലംഘിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. അതെന്താണ് തർക്കം? പിന്നെ സാറേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ മുഖം നോക്കാതെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും, നാടും നന്നാവും. ഇല്ലെങ്കിൽ പണ്ടത്തെ ചങ്കര നിൽക്കുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കെല്ലാം ശരിയായിട്ട് നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റാം. അപ്പൊ ഡേറ്റ് മാറ്റാം. എന്നാ ശരി. എന്നോടാ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞ എടുക്കണേ, ബുക്കും പേപ്പർ എടുക്കണേ. എടുത്തോ. ബുക്കുണ്ട്, പണയം വെച്ചിട്ടുണ്ട്. ഹലോ, ചർച്ച പിന്നെ ബുക്ക് എടുക്കൂ. മറിമായം